ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, പകുതി ഭാഗം വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ബാക്കിയാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് പോയി കാണണേ. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ PSC എക്സാം എഴുതുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക് എന്നുള്ളത് തൊട്ടാണ് നോക്കാനുള്ളത്. മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിരുന്നു. അവയിൽ നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജ്യം സ്ഥാപിച്ചു. അപ്പൊ മഗധയില് വിവിധ രാജവംശങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു മഗധയിലെ പ്രധാന രാജവംശങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? ഹര്യങ്ക രാജവംശം, അതുപോലെ ശിശു നാഗ രാജവംശം, നന്ദ രാജവംശം കേട്ടോ. അപ്പൊ അതില് അവസാനത്തെ ഇവയില് നന്ദവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജ്യം സ്ഥാപിച്ചു. ഇത് മനോഹരമായ വലിയൊരു നഗരമാണ്. ഈ നഗരത്തെ ചുറ്റി വലിയൊരു മതിലുണ്ട്. ഇതിന് 64 പ്രവേശന കവാടങ്ങളും ധാരാളം ഗോപുരങ്ങളും ഉണ്ട്. 2ഉം 3ഉം നിലകളുള്ള വീടുകളും നിർമ്മിച്ചിരിക്കുന്നത് മരവും ചെളിക്കട്ടകളും ഉപയോഗിച്ചാണ്. രാജാവിന്റെ കൊട്ടാരവും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലീപുത്രം, അതായത് ഇന്നത്തെ പാറ്റ്ന നഗരത്തെ കുറിച്ച് മെഗസ്തനീസ് എന്ന ഗ്രീക്ക് രാജപ്രതിനിധിയുടെ വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗര്യ രാജ്യത്തിന്റെ ആയിരുന്നു പാടലീപുത്രം, അതായത് ഇന്നത്തെ പാറ്റ്ന ആണ് കേട്ടോ. പാറ്റ്ന നഗരത്തെ കുറിച്ച് മെഗസ്തനീസ് എന്ന ഗ്രീക്ക് രാജപ്രതിനിധിയുടെ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ, അക്കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന നാണയങ്ങൾ തുടങ്ങിയവ മൗര്യ രാജ്യത്തിന്റെ ചരിത്ര പഠനത്തിന് സഹായകമായിരുന്നു. അപ്പൊ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ്? കൗടില്യനാണ് കേട്ടോ. അതുപോലെ അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങളിൽ നിന്നും പിന്നെ അക്കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന നാണയങ്ങളിൽ നിന്നൊക്കെ മൗര്യ രാജ്യത്തിന്റെ ചരിത്ര പഠനത്തിന് സഹായമാകുന്നു കേട്ടോ ഇവയ്ക്ക്. അർത്ഥശാസ്ത്രവും അതുപോലെ സപ്താംഗ സിദ്ധാന്തവും മൗര്യ രാജ്യത്തെക്കുറിച്ച് വിവരണങ്ങൾ നൽകുന്ന പ്രധാന ചരിത്രരേഖ കൂടിയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ തലവനായിരുന്ന R ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിന് കയ്യെഴുത്തു പ്രതി ലഭിച്ചത്. 1907 ശ്യാമശാസ്ത്രി ഇത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളാണ് ഈ കൃതിക്കുള്ളത്. 7 ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് എന്നാണ് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണത്? സ്വാമി, അതുപോലെ അമാത്യർ, ജനപദം, ദുർഗം, കോശം, ദണ്ഡ, മിത്രം. സ്വാമി എന്ന് പ്രതിപാദിക്കുന്നത് രാജാവിനെയാണ്. അമാത്യർ മന്ത്രിമാരാണ്. ജനപദം ഭൂമേഖലയും ജനങ്ങളും. ദുർഗം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലമാണ്. കോശം എന്താണ്? ഖജനാവാണ്. അതുപോലെ ദണ്ഡ നീതിന്യായം, മിത്രം സൗഹൃദ രാജ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 7 ഘടകങ്ങളിലാണ് അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നതെന്നാണ് ഈ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യനാണ് കേട്ടോ. മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി അശോക ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹം കലിംഗം, അതായത് ഇന്നത്തെ ഒഡീഷയിലെ ആക്രമിച്ച് കീഴടക്കിയതോടെ മൗര്യരാജ്യം വിശാലമായി. കലിംഗ യുദ്ധാനന്തരം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചതായി ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൗര്യരാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരി ആരാ ചോദിച്ചാൽ അത് അശോക ചക്രവർത്തിയാണ് കേട്ടോ. അദ്ദേഹം കലിംഗം അതായത് ഇന്നത്തെ ഒഡീഷ ആക്രമിച്ച് കീഴടക്കിയതോടെ മൗര്യരാജ്യം ഒന്നും കൂടി വിശാലമായി. ഇപ്പൊ കലിംഗ യുദ്ധാനന്തരം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ലിഖിതം കൊടുത്തിട്ടുണ്ട്. എന്താണ്? റുമിൻ ദേയി ലിഖിതം അല്ലെങ്കിൽ ലൂംബിനി ലിഖിതം. ബുദ്ധ ശാക്യമുനി ജനിച്ച ഈ സ്ഥലത്ത് ദേവാനാംബിയ പിയാദസി കിരീടധാരണത്തിന് 20 വർഷത്തിന് ശേഷം നേരിട്ട് വന്ന് ആരാധന നടത്തി. ആ പുണ്യാത്മാവ് ജനിച്ച സ്ഥലമാണിത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അവിടെ കരിങ്കൽ മതിലിനാൽ ചുറ്റപ്പെട്ട സ്തൂപം സ്ഥാപിച്ചു. ലൂംബിനിയിലുള്ള ആളുകളെ ബലിയിൽ നിന്ന് ഒഴിവാക്കുകയും അവർ വിളവിന്റെ 8ൽ ഒരു ഭാഗം മാത്രം ഭാഗമായി കൊടുത്താൽ മതിയെന്നും തീരുമാനിക്കുകയും ചെയ്തു. ഭാഗ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തരം നികുതിയാണ് അല്ലെ. അപ്പൊ നേപ്പാളിലെ റിമുൻദേയിലെ
ലിഖിതവും അതിന്റെ പരിഭാഷയുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലിഖിതമോ അതിന്റെ പരിഭാഷയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ലിഖിതത്തിൽ നിന്ന് മൗര്യരാജ്യത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലിഖിതത്തിൽ നിന്ന് നമുക്ക് മൗര്യരാജ്യത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതില് നികുതി വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അതായത് അശോക ചക്രവർത്തി ലൂമിനിയിലെ ജനങ്ങളുടെ നികുതി ഭാരം കുറച്ചുല്ലേ. അപ്പൊ വിളവിന്റെ 1/8 മാത്രമാണ് എന്തായിട്ട് നികുതിയായിട്ട് നൽകിയാൽ മതിയെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മതപരമായ സഹിഷ്ണുതയും വിനയൊക്കെ പറ്റി പറയുന്നുണ്ട്. അതായത് ബുദ്ധൻ ജനിച്ച സ്ഥലമായിട്ടുള്ള ലൂംബിനിയോട് അശോകൻ ഉണ്ടായിരുന്ന ആദരവും ബുദ്ധമതത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും ഒക്കെ ഈ ലിഖിതത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ബലി പോലുള്ള നികുതിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയത് അശോകൻ ഒരു ജനക്ഷേമ തൽപരനായിട്ടുള്ള ഭരണാധികാരി ആയിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് കേട്ടോ. ഓക്കെ, അടുത്തത് മൗര്യഭരണം. മൗര്യരാജ്യം വിശാലമായിരുന്നെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഭരണ സൗകര്യത്തിനായി നമ്മുടെ രാജ്യത്തിനെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല സംസ്ഥാനങ്ങളെല്ലാം തലസ്ഥാനങ്ങളുമുണ്ട്. മൗര്യരാജ്യവും ഇത്തരത്തിലെ വിവിധ പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സംസ്ഥാനങ്ങളെ അധികാരം വിഭജിച്ചിട്ടുള്ളത് പോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് തലസ്ഥാനവും ഉള്ളതുപോലെ തന്നെ മൗര്യരാജ്യവും ഇത്തരത്തിലുള്ള വിവിധ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും നമ്മുടെ മൗര്യരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ആയിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. ഭൂപടം 2 നിന്ന് പ്രവിശ്യ തലസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ഇനി അടുത്ത സൈഡിലായിട്ട് കൊടുത്ത അശോക ലിഖിതങ്ങൾ. അശോക ചക്രവർത്തിയുടേതായ ധാരാളം ശിലാലിഖിതങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്രാഹ്മി, ഗരോഷ്ടി, അരാമിക് ലിപികളിലാണ് ഇവ രചിച്ചിട്ടുള്ളത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അശോക ചക്രവർത്തി ലിഖിതങ്ങൾ രചിച്ചിട്ടുള്ളത് ബ്രാഹ്മി, ഗരോഷ്ടി, അരാമിക് ലിപികളിലാണ് കേട്ടോ. അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് 1838 ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഭൂരിഭാഗം ലിഖിതങ്ങളിലും ദേവാനാംബിയ, അതായത് ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ എന്നാണ് രാജാവിനെ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ കർണാടകയിലെ മാസ്കി, ഉദയകുളം, നിട്ടൂർ എന്നിവിടങ്ങളിലെ ലിഖിതങ്ങളിൽ അശോക എന്ന പേര് കാണാം. ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ആധുനിക ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലിഖിത ഭാഷകളും ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്ന് പറയാം. ഇവിടെ ഹിന്ദി, ബംഗാളി, മലയാളം, തമിഴ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഭൂപടം തന്നിട്ടുണ്ട്. പ്രവിശ്യ തലസ്ഥാനങ്ങളും രാജ്യ തലസ്ഥാനവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ തെക്കൻ പ്രവിശ്യന്റെ തലസ്ഥാനം ഏതാണ്? നമുക്കിവിടെ സുവർണഗിരി എന്ന് കാണാൻ പറ്റില്ലേ? സുവർണഗിരി. ഓക്കെ, പടിഞ്ഞാറൻ പ്രവിശ്യ ഉജ്ജയിനിയാണ് അല്ലെ. ഉജ്ജയിനി. അതുപോലെ വടക്കൻ പ്രവിശ്യ തക്ഷശില. അതുപോലെ കിഴക്കൻ പ്രവിശ്യ തോശാലി ട്ടോ. തോശാലി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഓരോന്നും. തെക്കൻ പ്രവിശ്യ സുവർണഗിരിയാണ്. പടിഞ്ഞാറൻ പ്രവിശ്യ ഇവിടെ ഉജ്ജയിനിയാണ്. അതുപോലെ വടക്കൻ പ്രവിശ്യ തക്ഷശില. അതുപോലെ പിന്നെ കിഴക്കൻ പ്രവിശ്യ തോശാലി. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിവയായിരുന്നു അവ. സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിരുന്നത്. തന്റെ പ്രജകൾക്കിടയിൽ സഹപ്രവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് അശോകധർമ്മ അല്ലെങ്കിൽ ധർമ്മ എന്നറിയപ്പെടുന്നു. അശോകന്റെ ശാസനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അശോകധർമ്മയിലെ പ്രധാന ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതൊക്കെ അശോകധർമ്മയിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ്.
വിശാലമായ രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധർമ്മ എന്ന് പ്രമുഖ ചരിത്രകാരിയായ റോമില ഥാബർ അഭിപ്രായപ്പെടുന്നു. കച്ചവടത്തിന്റെ വളർച്ച. ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവയില് മുദ്രാങ്കിത നാണയങ്ങൾ അല്ലെങ്കിൽ പഞ്ച് മാർക്കഡ് കോയിൻസ് അറിയപ്പെടുന്നു. വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിരുന്നത്. കച്ചവടത്തിനായി നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന് ഇതൊരു തെളിവാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഇവ. ഇവയൊക്കെ മുദ്രാങ്കിത നാണയങ്ങൾ അല്ലെങ്കിൽ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിരുന്നത്. കച്ചവടത്തിനായി നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതിന് തെളിവാണിത്. കരവഴിയും കടൽ വഴിയും നദികൾ വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹം തുടങ്ങിയവയായിരുന്നു പ്രധാന കച്ചവട വസ്തുക്കൾ. അക്കാലത്ത് പുസ്തകങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന സേത്ത്, സ്വത്തവാഹകർ എന്നീ പദങ്ങളിൽ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ ഭൂപടം 3 കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഹാജനപദങ്ങൾ രൂപം കൊണ്ട പശ്ചാത്തലവും അത് പിന്നീട് മൗര്യ സാമ്രാജ്യത്തിന്റെ പരിണമിച്ച കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തില്ല. അതേ കാലത്ത് സമാനമായ രാഷ്ട്രമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖലയാണ് തെക്കുകിഴക്കൻ യൂറോപ്പിലെ ഗ്രീസ് ആയിരുന്നു. ഭൂപടം നിരീക്ഷിച്ച് ഇവിടെ ഭൂപടം എന്താണ് നിരീക്ഷിച്ച് ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ് കച്ചവടം നടത്തിയതെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഭൂപടത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. തക്ഷശില വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ പ്രധാന കേന്ദ്രമാണ് അല്ലെ തക്ഷശില എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പാടലിപുത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് പാടലിപുത്രം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉജ്ജയിനി അല്ലെ. ഉജ്ജയിനി എന്താണ് മധ്യേന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. മധ്യേന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു ഉജ്ജയിനി. പിന്നെ അല്ലെങ്കിൽ ബ്രോച്ച് പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് കേട്ടോ. പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖമാണ് ബ്രോച്ച്. പിന്നെന്താണ് താമ്രലിപ്തിയോ അതായത് കിഴക്കൻ തീരത്തെ അതായത് ബംഗാളിലെ പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു താമ്രലിപ്തി കേട്ടോ. കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖമായിരുന്നു. പിന്നെ സുവർണഗിരി കൊടുത്തിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു സുവർണഗിരി. ഇനി രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ. ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് ഗ്രീസിന്റെ സ്ഥാനം കണ്ടെത്തൂ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രീസിന്റെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭൂപടം നോക്കിയാൽ നമുക്ക് ഗ്രീസിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ പറ്റും ട്ടോ. അതായത് ലോക ഭൂപടത്തിൽ അതായത് യൂറോപ്പ് വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ട് യൂറോപ്പ് വൻകരയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് യൂറോപ്പ്. ഇവിടെ എന്താണ് യൂറോപ്യൻ വൻകര. അപ്പൊ യൂറോപ്പ് വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ട് താഴെ ഭാഗത്തായിട്ട് ഇവിടെ മെഡിറ്ററേനിയൻ സീ ആണ് കേട്ടോ. അവിടെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഭൂപടത്തിൽ നമുക്ക് ഗ്രീസിനെ വലുതാക്കി കാണിച്ചിരിക്കുന്ന വട്ടത്തിൽ അവിടുത്തെ പ്രധാന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട. ഗ്രീസിലെ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു. ഇവ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം. കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി. ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു. ഉയർന്ന കുന്നുകൾക്ക് മീതെയായിരുന്നു രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം. ഏതൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങൾ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജനാധിപത്യ വഴിയിലെ ഏതൻസ്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ള ഒന്നായിരുന്നു. ഇത് മറ്റു നഗരരാഷ്ട്രങ്ങളിലെ ഭരണരീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. ഈ പൗരന്മാർ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങൾ തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഇതിനായി വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരരായി കണക്കാക്കിയിരുന്നില്ല. അപ്പൊ പൗരരായിട്ട് ആരെയാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്? 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയാണ് കേട്ടോ. സ്ത്രീകൾ, അടിമകൾ, അതുപോലെ പിന്നെന്താണ് കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരെയൊന്നും വിദേശികൾ തുടങ്ങിയവരെയൊന്നും പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. മധ്യധരണ്യായി പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം, അതായത് മെഡിറ്ററേനിയൻ സീ പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ ഏതൻസ് സമ്പന്നമായ നഗര രാഷ്ട്രമായിരുന്നു.
കപ്പൽ നിർമ്മാണത്തിലും കടൽ യാത്രയിലും വൈദഗ്ധ്യമുള്ള നിരവധി പേർ ഏതൻസിൽ ഉണ്ടായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച ഇവർ പുത്തൻ ആശയങ്ങളെയും നൈപുണികളെയും സ്വീകരിച്ചു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകർ ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടു. സോഫിസ്റ്റുകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടത്. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ഹെറോഡോട്ടസ്. എന്താ പറഞ്ഞത്? മധ്യധരനായി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീ പ്രദേശത്തെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന നിലയിൽ ഏതൻസ് സമ്പന്നമായിട്ടുള്ള നഗരരാഷ്ട്രമായിരുന്നു അല്ലെ. ഇപ്പൊ കപ്പൽ നിർമ്മാണത്തിലും കടൽയാത്രയിലും ഒക്കെ വൈദഗ്ധ്യമുള്ള നിരവധി പേര് ഏതൻസിൽ ഉണ്ടായിരുന്നു. അപ്പൊ സമീപ പ്രദേശങ്ങളിൽ നിരന്തരം സഞ്ചരിച്ച ഇവരെ പുത്തൻ ആശയങ്ങളെയും നൈപുണികളെയും ഒക്കെ സ്വീകരിച്ചു. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ചിന്തകരെ ഏതൻസിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരെ സോഫിസ്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ ഏതൻസിൽ എത്തിച്ചേർന്ന ചിന്തകരിൽ ഒരാളാണ് ചരിത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ഹെറോഡോട്ടസ്. ഇനി BC 6-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കാലമായിരുന്നു. ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായി. ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്തും ചിന്താ മണ്ഡലത്തിലും പ്രതിഫലിച്ചു. അങ്ങനെയുള്ള അക്കാലത്ത് പുത്തൻ ആശയങ്ങൾ രൂപപ്പെട്ടു. ഇവ പിൽക്കാല മാനവ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ഈ ഒരു പാഠഭാഗത്ത് പഠിച്ച കാര്യങ്ങൾ ഒന്നിച്ചൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. BC 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഭൗതിക രംഗത്തുണ്ടായ മാറ്റങ്ങളും ആശയധാരയിലെ മാറ്റങ്ങളും. അപ്പൊ ഭൗതിക രംഗത്തുള്ള മാറ്റങ്ങൾ, ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം കൂടാൻ തുടങ്ങി, കാർഷിക പുരോഗതി ഉണ്ടായി, മിറ്റോൽപാദനം വർദ്ധിച്ചു, കച്ചവടം വർദ്ധിച്ചു, നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഓക്കെ, അതുപോലെ തന്നെ രാഷ്ട്ര രൂപീകരണം അതിലെ 2 കാര്യങ്ങളാണുള്ളത്. ജനപദങ്ങൾ രൂപീകരിക്കപ്പെട്ടു. മഹാജനപദങ്ങളായി മഗധ സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം. പിന്നെ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ, അലക്സാണ്ടറുടെ സാമ്രാജ്യം. പിന്നെ അതുപോലെ ആശയധാരയിലെ മാറ്റങ്ങൾ, ബുദ്ധമതം, ജൈനമതം, ഭൗതികവാദം എന്നീ 3 ആശയങ്ങളായിരുന്നു അക്കാലത്ത് പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇമ്പോർട്ടന്റ് ആണ്. BC 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.